ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമുക്കറിയാം ബി.എഡ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തമായ രൂപത്തിൽ ഒരുപാട് ലെസൺ പ്ലാനുകൾ എഴുതേണ്ടി വരും. ഡെമോൺസ്ട്രേഷൻ ലെസൺ പ്ലാൻ, ഡിസ്കഷൻ ലെസൺ പ്ലാൻ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ലെസൺ പ്ലാനുകൾ എഴുതേണ്ടി വരും. അതിൽ തന്നെ വ്യത്യസ്തമായിട്ട് അഡ്വാൻസ്ഡ് ഓർഗനൈസ്ഡ് മോഡൽ, കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ, 5E ലേണിംഗ് മോഡൽ, ഇൻക്വയറി ട്രെയിനിങ് മോഡൽ, അങ്ങനെ ഒരുപാട് മോഡലുകളുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ലെസൺ പ്ലാൻ്റെ മോഡലാണ്. ഫിസിക്കൽ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എഴുതാനുള്ള രൂപത്തിലുള്ള ഒരു സിമ്പിൾ ലെസൺ പ്ലാനാണ് ഇവിടെ കൊടുത്തിട്ട് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 9ാം ക്ലാസ്സിലെ പഴയ സിലബസിലുള്ള ചലനവും ചലന നിയമവും എന്ന ചാപ്റ്ററിലെ ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം എന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രിലിമിനറി ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുക. നമ്മളെ ഡീറ്റെയിൽസ് നമ്മൾ നെയിം ഓഫ് ദ ടീച്ചർ, നെയിം ഓഫ് ദ സ്കൂൾ, സബ്ജക്റ്റ്, യൂണിറ്റ്, ടോപ്പിക്ക് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഏത് ക്ലാസ്സിലാണ് സ്ട്രെങ്ത്തും കാര്യങ്ങളും അതുപോലെ തന്നെ ഡ്യൂറേഷനും ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ കരിക്കുലർ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത്. കരിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് ദ പ്യൂപ്പിൾ, അതായത് കുട്ടി പ്രവർത്തനങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെയും വിവരശേഖരണത്തിലൂടെയും അധ്യാപകൻ്റെ വിശദീകരണത്തിലൂടെയും കുട്ടി ഈ ന്യൂട്ടൻ്റെ ചലന നിയമം എന്നുള്ള കൺസെപ്റ്റിന് കുട്ടി എന്താണ് അതിനൊരു ആശയം കുട്ടി രൂപീകരിക്കുകയാണ്. അതായത് ദ പ്യൂപ്പിൾ ഡെവലപ്പ് ഫാക്ച്വൽ കൺസെപ്ച്വൽ പ്രൊസീജറൽ നോളേജ് അബൌട്ട് ദ concept Newton's first law of motion through observation, experimentation, participation in practical work and group discussion. അപ്പോൾ അതാണ് നമ്മൾ കരിക്കുലർ സ്റ്റേറ്റ്മെൻറ്റിൽ വരിക. അതിന് ശേഷം കണ്ടൻറ് അനാലിസിസ് വരും. അതായത് ടേംസ്, ഫാക്റ്റ്, കൺസെപ്റ്റ്സ്, അങ്ങനെ ആ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് അതിനെ പറ്റി നമ്മൾ പറയാം. ടേംസ് വരും. അതായത് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം, ജഡത്വം, ഇതാണ് അതിൽ ടോപ്പിക്കായിട്ട് വരുന്നത്. അതായത് നമ്മളിപ്പോൾ വേറെ ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ ഫോക്കസിൻ്റെ ഒക്കെ ഒരു ചാപ്റ്റർ എടുക്കുകയാണ് വിചാരിക്കുക. ലെൻസുകളുടെ ഫോക്കസിൻ്റെ അതിനെ പറ്റിയുള്ള ഡിസ്കസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ടേംസ് വരുന്നത് എന്തായിരിക്കും? ലെൻസിൻ്റെ ഫോക്കസ് ദൂരം, മിഥ്യ ഫോക്കസ്. അതായത് നമ്മളെടുക്കുന്ന ടോപ്പിക്കിൽ എന്തൊക്കെ ടേമുകളാണോ നമ്മളതിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ, അതാണ് ടേംസിൽ വരുന്നത്. കണ്ടൻറ് അനാലിസിസിൽ ടേംസിൽ വരുന്നത് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമവും ജഡത്വം. പിന്നെ ഫാക്റ്റിലേക്ക് നോക്കുമ്പോൾ ഫാക്റ്റ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാം. അതിൽ വരുന്ന ഒരുപാട് കണ്ടൻറ്റുകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മളെ ടേംസിലേക്ക് എത്തുന്ന സമയത്തേക്ക് അതിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമുക്കറിയാലോ ഒരുപാട് ഫാക്റ്റുകളുണ്ടാവും. അപ്പോൾ അതാണ് ഫാക്റ്റിൽ നമ്മൾ കൊടുക്കേണ്ടത്. നമുക്ക് ജസ്റ്റ് 2-3 ഫാക്റ്റുകൾ ഞാനിവിടെ കാണിച്ചു തരാം. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിന്മേൽ ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ നിശ്ചലാവസ്ഥയിൽ തുടരും. ന്യൂട്ടൻ്റെ ചലന നിയമം എന്ന ചാപ്റ്റർ അറിയുന്നവർക്ക് അറിയാം. ഇതിലൊക്കെ അതിൽ വരുന്ന ഫാക്റ്റുകളാണ്. ഇതുപോലെയാണ് ഫാക്റ്റുകൾ നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിന്മേൽ ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ നിശ്ചലാവസ്ഥയിൽ തുടരും. ബാഹ്യബലം പ്രയോഗിക്കുന്നില്ലെങ്കിൽ ചലിക്കുന്ന ഒരു വസ്തു നേർരേഖയിലൂടെയുള്ള സമചലനത്തിൽ തുടരുന്നു. ഫാക്റ്റുകൾ ഇനിയും നമുക്ക് ഒരുപാട് എഴുതാൻ പറ്റും. ഇത് ജസ്റ്റ് ഒരു മോഡൽ മാത്രമാണ് നിങ്ങൾക്കിവിടെ കാണിക്കുന്നത്. പിന്നെ അതിൽ വരുന്ന ആ ചാപ്റ്ററിൽ വരുന്ന കൺസെപ്റ്റുകൾ, അതായത് നമ്മൾ എഴുതിയ ടേമിൻ്റെ കൺസെപ്റ്റുകളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം, അസന്തുലിതമായ ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഓരോ വസ്തുവും അതിൻ്റെ സ്ഥിതാവസ്ഥയിലോ നേർരേഖാ ചലനത്തിലോ തുടരും. ഇതിന് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം എന്ന് പറയുന്നത്. അതാണ് കൺസെപ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത്. ആ കൺസെപ്റ്റ് നമ്മളെ ടോപ്പിക്ക് എടുത്ത് കഴിയുമ്പോഴത്തേക്കുള്ള കൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ കൺസെപ്റ്റാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ ജഡത്വം, ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥക്കോ നേർരേഖാ ചലനത്തിനോ മാറ്റം വരുത്താൻ കഴിയാത്ത അവസ്ഥയാണ് ജഡത്വം എന്ന് പറയുന്നത്. നമ്മൾ ജഡത്വമായിട്ട് നമ്മളതിൽ കൊടുത്തിട്ടുള്ളത് ഒരു വസ്തു എന്താണോ കൺസെപ്റ്റ്, ആ കൺസെപ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. ഇതിൽ ജസ്റ്റ് മോഡൽ മാത്രം പറയാം എന്ന് മാത്രം. കൺസെപ്റ്റുകൾ നമുക്ക് ചില ടോപ്പിക്കിൽ ഒരുപാട് കൺസെപ്റ്റുകൾ ഉണ്ടാവും. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ലേണിംഗ് ഔട്ട്കംസ്, അതായത് അത് കഴിയുമ്പോഴത്തേക്ക് കുട്ടിക്ക് എന്താണോ കിട്ടേണ്ടത് അതാണ് ലേണിംഗ് ഔട്ട്കംസ് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. അത് ലേണിംഗ് ഔട്ട്കം നമ്മൾ വ്യത്യസ്തമായ രൂപത്തിലൊക്കെ പറയാൻ പറ്റും കേട്ടോ. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് പ്രോസസ് റിലേറ്റഡ്, എൻഗേജ് ഇൻ വേരിയസ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ദ കൺസെപ്റ്റ്, explain Newton's first law of motion in class by experiment, explore different examples of Newton's first law of motion, elaborate the concept by conducting additional activities, evaluate the achievements of the concept. നമുക്ക് എഴുതാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലൈയിങ്, അനലൈസിങ്, ഇവാലുവേറ്റിംഗ്, ക്രിയേറ്റിംഗ്, അതുപോലെ എൻഗേജ്, എക്സ്പ്ലെയിൻ, എക്സ്പ്ലോർ, ഇലാബറേറ്റ്, ഇവാലുവേറ്റ്. 5E ലേണിംഗ് മോഡലല്ലേ നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്ന മോഡൽ 5E ലേണിംഗ് മോഡലാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് എൻഗേജ്, എക്സ്പ്ലെയിൻ, എക്സ്പ്ലോർ, ഇലാബറേറ്റ്, ഇവാലുവേറ്റ്. ഇനി സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് നമ്മൾ എടുത്തുള്ളത്, അതായത് നമ്മൾ ലേണിംഗ് മെറ്റീരിയൽസ് ആയിട്ട് എടുക്കുന്നതാണ് സപ്പോർട്ട് സിസ്റ്റം. എക്സ്പെരിമെൻറ്റിന് ചോക്ക്, ബോർഡ്, ചാർട്ട് മെറ്റീരിയൽസ് ആയിട്ട്
ഗ്ലാസ്, പേപ്പർ, കോയിൻസ്, ചാർട്ട്, ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമത്തിൻ്റെ ഒരു ചാർട്ട് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ സിസ്റ്റം വരുന്നത് കോർപ്പറേഷൻ ആൻഡ് ഇൻറ്ററാക്ഷൻ ഇൻ ദ ക്ലാസ് റൂം മേക്സ് ദ ലേണിംഗ് മോർ ഇൻട്രസ്റ്റിംഗ്. അതായത് ഇതൊക്കെ നമ്മൾ എഴുതി വെക്കുക കേട്ടോ. എക്സ്പെക്റ്റഡ് എഫക്റ്റ്, ഇൻസ്ട്രക്ഷണൽ എഫക്റ്റ് വരും. അണ്ടർസ്റ്റാൻഡ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. ന്യൂട്ടൻ്റെ എഫക്റ്റ് ഡെവലപ്പ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് കോർപ്പറേഷൻ. പീപ്പിൾ കമ്പൈൻ ദിസ് നോളജ് വിത്ത് പ്രീവിയസ് നോളജ്. പ്രീ റിക്വസൈറ്റ്സ് വരുന്നത് നമ്മൾ പ്രീ റിക്വസൈറ്റ്സ് എന്നൊക്കെ നമ്മൾ ഓരോ ഡൊമൈനുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. കോഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടർ ഡൊമൈൻ. അതിൽ വരുന്നത് ബേസിക് നോളജ് അബൌട്ട് മോഷൻ, അഫക്റ്റീവ് ഡൊമൈൻ ഇൻട്രസ്റ്റ് ടു ലേൺ മോർ അബൌട്ട് മോഷൻ, സൈക്കോമോട്ടർ എബിലിറ്റി ടു പെർഫോം ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് നമ്മളതിൽ വരുന്ന കാര്യങ്ങൾ. ഇനി നമ്മളതിൻ്റെ ക്ലാസ് റൂം ഇൻട്രാക്ഷൻസ് കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. കണ്ടൻറ്റ് ആൻഡ് ട്രാൻസാക്ഷൻ സ്ട്രാറ്റജീസ്, അത് നമ്മൾ പറഞ്ഞ പോലെ ക്ലാസ് റൂം ആക്ടിവിറ്റീസ്. പിന്നെ എക്സ്പെക്റ്റഡ് പീപ്പിൾസ് റെസ്പോൺസ്, അതായത് കുട്ടികളുടെ റെസ്പോൺസ്, എക്സ്പെക്റ്റഡ് ഔട്ട്കംസാണ് നമ്മളിവിടെ എഴുതുന്നത്. എൻഗേജ് ഫേസ്, അതായത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഞാൻ ചുരുക്കിയിട്ടാണ് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ആ കൺസെപ്റ്റ് കുട്ടി മൈൻഡിലേക്ക്, എല്ലാ കുട്ടികളുടെയും മൈൻഡിലേക്ക് എത്താവുന്ന രൂപത്തിൽ നമുക്ക് ഒരുപാട് ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് എൻഗേജ് ഫേസ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ രീതിയിലാണ്. നമുക്ക് ഇന്നൊരു കഥയിലൂടെ തുടങ്ങിയാലോ? ഒരിടത്ത് ചിന്നുവെന്നും പൊന്നുവെന്നും പേരുള്ള 2 സഹോദരിമാരുണ്ടായിരുന്നു. ചിന്നുവിൻ്റെ അനിയത്തി പൊന്നു മഹാകുസൃതിയാണ്. ഒരു ദിവസം തീപ്പെട്ടി അടുക്കി കളിക്കുന്നതിനിടയിൽ പൊന്നു ഒരു കുസൃതി കാണിച്ചു. ഏറ്റവും അടിയിലുള്ള തീപ്പെട്ടി തട്ടി മാറ്റിയപ്പോൾ തീപ്പെട്ടികൾ ഒരുമിച്ച് നിലം പൊത്തി. ചിന്നുവിന് ദേഷ്യത്തേക്കാൾ കൂടുതൽ സംശയമാണ് ഉണ്ടായത്. ഇതെങ്ങനെ സംഭവിച്ചു? നിങ്ങൾക്കറിയാമോ ഇത് എന്തുകൊണ്ടായിരിക്കാമെന്ന്? നമുക്കിന്ന് അതിനെപ്പറ്റി പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ വരുന്നത് എൻഗേജ് ഫേസ്, അതായത് കുട്ടികൾക്കുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കി വെക്കുക. അത് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് എക്സ്പ്ലോർ ഫേസ്. ടീച്ചർ ഒരു ഗ്ലാസ്സിന് മുകളിൽ ഒരു പേപ്പർ വെച്ചതിന് ശേഷം അതിന് മുകളിലായി കോയിൻ വെക്കുന്നു. പേപ്പർ പെട്ടെന്ന് തട്ടി മാറ്റിയപ്പോൾ അത് എന്ത് സംഭവിച്ചു എന്നാണ് ചോദിക്കുന്നത്. കുട്ടികളോട് നിരീക്ഷിക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ കുട്ടികൾ പറയുന്നുണ്ട് കോയിൻ ഗ്ലാസ്സിലെ ജലത്തിൽ വീണു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് എക്സ്പ്ലോർ ഫേസിൽ, അതായത് കുട്ടികൾക്ക് എന്തുണ്ടായി ഒരു ആക്ടിവിറ്റി കൊടുത്ത് അതിൽ നിന്നും ക്യാച്ച് ചെയ്യാനുള്ളതാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ഫേസ്. മുകളിലെ പരീക്ഷണം അനുസരിച്ച് പേപ്പർ തട്ടി മാറ്റിയപ്പോൾ കോയിന് എന്ത് സംഭവിച്ചു? കുട്ടികൾ പറയുന്നുണ്ട് കോയിൻ ഗ്ലാസ്സിലെ ജലത്തിൽ വീണു. ഇങ്ങനെ സംഭവിക്കാൻ കാരണമെന്ത്? ബാഹ്യബലം പ്രയോഗിച്ചതുകൊണ്ട് നിശ്ചലാവസ്ഥയിലുള്ള കോയിൻ ജലത്തിൽ വീണു. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ഈ ലേണിംഗ് മോഡലിൻ്റെ ഒരു മോഡൽ മാത്രമാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ന്യൂട്ടൻ്റെ ഒന്നാം ചലനം അടങ്ങിയൊരു ചാർട്ട് ഞാൻ കാണിക്കുകയാണ്. ചാർട്ട് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം. അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കാത്തിടത്തോളം ഒരു വസ്തു അതിൻ്റെ സ്ഥിരാവസ്ഥയിലോ നേർരേഖാ ചലനത്തിലോ തുടരുന്നതാണ്. അസന്തുലിതമായി മനസ്സിലായിട്ടുണ്ടാവും. മുകളിൽ പറഞ്ഞിരിക്കുന്ന പരീക്ഷണം ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം അനുസരിച്ച് പേപ്പറിന് മുകളിൽ ഇരിക്കുന്ന കോയിൻ അതിൻ്റെ നിശ്ചലാവസ്ഥയിലാണ് തുടരാൻ ശ്രമിച്ചത്. ഒരു ബാഹ്യബലം പ്രയോഗിച്ചപ്പോൾ അത് ഗ്ലാസ്സിനുള്ളിൽ വീണു. അതാണ് അസന്തുലിതമായൊരു ബാഹ്യബലം പ്രയോഗിക്കാത്തിടത്തോളം ഒരു വസ്തു അതിൻ്റെ സ്ഥിരാവസ്ഥയിലോ നേർരേഖാ ചലനത്തിലോ തുടരുന്നതാണ്. അതിൻ്റെ സ്ഥിരാവസ്ഥയിലാണ്, റെസ്റ്റിലാണ് കോയിൻസ് ഇരുന്നത്. അതിൽ തന്നെ തുടരാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നത്. ഓക്കെ, ഇനി ഇലാബറേഷൻ ഫേസ്. ടീച്ചർ കുറേ നാണയങ്ങൾ അടുക്കിയ ശേഷം ഏറ്റവും അടിയിലുള്ള നാണയം എടുത്തു മാറ്റുന്നു. കുട്ടികളോട് നിരീക്ഷിക്കുവാനും ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാനും പറയുന്നു. എന്താണ് പറയുന്നത്? നാണയം ഇങ്ങനെ അടുക്കിയതിൽ നിന്നും ഒരെണ്ണം മാറ്റിയപ്പോൾ എന്ത് സംഭവിച്ചു? ഇങ്ങനെ സംഭവിക്കാൻ കാരണമെന്ത്? നാണയങ്ങൾ നിലം പതിച്ചു. ന്യൂട്ടൻ്റെ ഒന്നാം ചലനം നിയമം. സ്ഥിരാവസ്ഥയിൽ ഇരുന്ന നാണയങ്ങൾ ബാഹ്യബലം പ്രയോഗിച്ചപ്പോൾ സ്ഥിരാവസ്ഥയിൽ തന്നെ തുടരാൻ ശ്രമിച്ചു. അതിനാലാണ് കോയിൻ ഒന്നിച്ച് നിലം പൊത്തിയത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ജഡത്വം നിർവഹിച്ച ചാർട്ട് കുട്ടികളെ കാണിക്കുകയാണ്. ജഡത്വം നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതിൻ്റെ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനുള്ള പ്രവണതയാണ് ജഡത്വം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവാലുവേറ്റ് ഫേസ്. കുട്ടികളോട് റിവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന പോലെ ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം വ്യക്തമാക്കുക. ജഡത്വം എന്നാൽ എന്ത്? ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം അനുഭവപ്പെടുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാം? മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമ്മൾ ഈ ലെസൺ പ്ലാൻ 5 ഈ ലേണിംഗ് മോഡലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. 5 ഫേസുകളായിട്ടുള്ള അതാണ് 5 ലേൺ 5 ഈകൾ വരുന്ന ഏതൊക്കെയാണ്? എൻഗേജ് ഫേസ്, ഈ എക്സ്പ്ലോർ ഫേസ്, എക്സ്പ്ലെയിൻ ഫേസ്, ഇലാബറേറ്റ് ഫേസ്, പിന്നെ ഇവാലുവേറ്റ് ഫേസ്. ഈ കാര്യങ്ങളാണ് നമ്മൾ 5 ലേണിംഗ് മോഡൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മോഡൽ മാത്രമാണ്. ഓക്കെ,
അപ്പോൾ നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, നെക്സ്റ്റ് വേറെ വീഡിയോയുമായിട്ട് നമുക്ക് വരാം. നിങ്ങൾ ചാനലുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ലെസൺ പ്ലാനുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.